മസ്ഊദേ എനിക്ക് നീ ഒന്ന് ഖുർആൻ ഒന്ന് ഓതിത്തരണേ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വഖദ് ഉൻസില ഇലൈക്കൽ ഖുർആൻ, തങ്ങൾക്കല്ലേ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത്, ആ ഖുർആൻ ഞാൻ ഓതിത്തരുന്നാണോ തങ്ങൾ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇബ്നു മസ്ഊദേ ഞാനല്ലാത്ത മറ്റൊരാളിൽ നിന്ന് ഈ ഖുർആനിക വചനങ്ങളെ ഓതി കേൾക്കുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാമിലായ ഈമാനുള്ള വ്യക്തിത്വമല്ലേ? ഹബീബായ നബി തങ്ങൾ ഓതാൻ വേണ്ടി നിർദ്ദേശിക്കുകയാ. അനുയായിയായ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ എടുക്കുകയാണ്, പാരായണം ചെയ്യുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ പവിത്രമായ ആയത്തുകൾ ഓരോന്ന് തുടക്കം മുതൽ ഓതി ഓതി വരുകയാണ്. സുബ്ഹാനല്ലാഹ് 41ാമത്തെ ആയത്തിലേക്ക് എത്തിയപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു കരച്ചിൽ ഞാൻ കേൾക്കുകയാണ്, ഒരു വല്ലാത്തൊരു കരച്ചിൽ ഞാൻ കേൾക്കുകയാണ്. നോക്കുമ്പോൾ എന്റെ ഹബീബ് കരയുകയാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിങ്ങിപ്പൊട്ടി കരയുകയാണ്. പരിശുദ്ധമായ ഖുർആനിക ആയത്തുകൾ കേട്ടിട്ട് അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,